ആരാധനാലയം നിർമ്മിക്കാൻ NOC അനുവദിച്ച ശേഷം കെട്ടിട നിർമ്മാണം പെർമിറ്റ് അനുവദിച്ചില്ലെന്ന പരാതിയിൽ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാവാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിർദ്ദേശം. കമ്മീഷൻ അംഗം A. സൈഫുദ്ദീൻ ഹാജിയുടെ അധ്യക്ഷതയിൽ ജൂലൈ 17 മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിലാണ് നിർദ്ദേശം. മമ്പുറം VK പടി ഇഷാഅത്തുൽ ഉലൂം സംഘം സെക്രട്ടറി നൽകിയ പരാതിയിൽ NR നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14-ൽപ്പെട്ട സ്ഥലത്ത് ആരാധനാലയം നിർമ്മിക്കുന്നതിനായി 2023 ജൂൺ 2 പരാതിക്കാരൻ അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നവംബർ 13 ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരാധനാലയം നിർമ്മിക്കാൻ NOC അനുവദിക്കുകയും ചെയ്തു. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം ബിൽഡിംഗ് പെർമിഷൻ ഫീ അടക്കാനെത്തിയപ്പോൾ ഫീ സ്വീകരിക്കാതെ തിരിച്ചയക്കുകയായിരുന്നുവെന്നാണ് പരാതി. തുടർന്ന് പരാതിക്കാരൻ കമ്മീഷനെ സമീപിച്ചു. സംഭവത്തിൽ നിയമപരമല്ലാത്ത ഇടപെടൽ നടന്നുവെന്ന് നിരീക്ഷിച്ച കമ്മീഷൻ പ്രസ്തുത ആരാധനാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി ഒരാഴ്ചക്കുള്ളിൽ തിരുവനന്തപുരത്തെ കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാവാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്ഥലപരിമിതി മൂലമുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മഞ്ചേരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നൽകിയ പരാതിയും കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തി. മെഡിക്കൽ കോളേജിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കമ്മീഷനെ അറിയിച്ചു. അദാലത്തിൽ 14 കേസുകളാണ് പരിഗണിച്ചത്. ഇതിൽ 2 പരാതികൾ തീർപ്പാക്കി. 12 പരാതികൾ വിശദമായ വാദം കേൾക്കലിനായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പുതുതായി 3 പരാതികളും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.